നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ വേനൽക്കാലം പൂർണ്ണമായി അവസാനിച്ച് തണുപ്പ് കാലം എത്തിയിരിക്കുകയാണ്. ഈ സമയത്താണ് രാജ്യത്തേക്ക് പ്രവാസി കുടുംബങ്ങളും സന്ദർശകരും ഒക്കെ എത്തുന്നത്. എന്നാൽ ഉല്ലാസയാത്ര പോകുന്നതിന് മുൻപായി അധികൃതരുടെ മുന്നറിയിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തണുപ്പും പിന്നാലെയുള്ള ചെറിയ ചൂടും കാരണം പാമ്പുകൾ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ടെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നുമാണ് മുന്നറിയിപ്പ്. മരുഭൂമിയിലും മലയോര പ്രദേശങ്ങളിലും പോകുന്നവരും ഡെസേർട്ട് ക്യാമ്പിംഗിൽ ഏർപ്പെടുന്നവരും വിഷപ്പാമ്പുകളെ സൂക്ഷിക്കണം. വിഷപ്പാമ്പുകൾക്ക് പുറമെ മരുഭൂമിയിലെ ചിലയിനം ഉറുമ്പുകളും അറേബ്യൻ കരിന്തേളുകളും അപകടകാരികളാണ്. ഉഗ്രവിഷമുള്ള ഇവ പൊതുവെ രാത്രിയിലാണ് പുറത്തിറങ്ങാറുള്ളത്. ക്യാമ്പിംഗിൽ ഏർപ്പെടുന്നവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ജീവഹാനി ഉൾപ്പെടെ സംഭവിച്ചേക്കാം. കടിയേറ്റാൽ 15 സെക്കൻഡിനകം ശരീരമാകെ വിഷം വ്യാപിക്കുന്ന പാമ്പുകൾ യുഎഇ മരുഭൂമിയിലുണ്ടെന്ന് എമിറേറ്റ്സ് നേച്ചർ WWFിലെ ജൈവവൈവിധ്യ സംരക്ഷണ വിഭാഗം അസോസിയേറ്റ് ഡയറക്ടർ ആൻഡ്രൂ ഗാർഡനർ പറഞ്ഞു. രാജ്യത്തെ മരുഭൂമികളിലും മറ്റും 13 ഇനം പാമ്പുകളെയാണ് കണ്ടുവരുന്നത്. ഇവയിൽ അണലി വർഗത്തിലെ 4 എണ്ണമാണ് ഏറെ അപകടകാരികൾ. ത്രികോണാകൃതിയിലുള്ള തലയും വണ്ണമുള്ള ശരീരവുമാണ് ഇവയുടെ പ്രത്യേകത. ഇവയ്ക്ക് മണലിന്റെ നിറമായതിനാലും മണലിൽ ചുരുണ്ട് കിടക്കുന്നതിനാലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇവയുടെ വിഷം അതിവേഗം ശരീരത്തിൽ വ്യാപിക്കും. ഒമാൻ കാർപ്പറ്റ് വൈപ്പർ, പേർഷ്യൻ വൈപ്പർ എന്നീ പാമ്പുകളും വിഷമുള്ള ഇനങ്ങളാണ്. ഹജർ മലനിരകൾ, അൽ ഐനിലെ ജേബൽ ഹഫീദ് എന്നിവിടങ്ങളിലും ഇതിനെ കണ്ടുവരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1400 മീറ്റർ ഉയരത്തിൽ പാറക്കെട്ടുകൾക്കിടയിലാണ് ഇവയുടെ വാസം. അറേബ്യൻ ക്യാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഓറഞ്ച് നിറമുള്ള അപൂർവ ഇനം വിഷപ്പാമ്പിനെ ഷാർജ ഫുജൈറ അതിർത്തിയിലെ വാദി ഹിലോയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാജ്യത്ത് കാണപ്പെടുന്ന പാമ്പുകളിൽ 4 എണ്ണം ഒഴികെയുള്ളവ അപകടകാരികളല്ലെങ്കിലും കടിയേറ്റാൽ എല്ലായ്പ്പോഴും വൈദ്യസഹായം തേടണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. വയലന്റ് സ്പൈഡർ എന്നറിയപ്പെടുന്ന അറേബ്യൻ കരിന്തേളും ഉഗ്രവിഷമുള്ളവയാണ്. പൊതുവെ ഇവ രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത്. അത്ര വ്യാപകമല്ലെങ്കിലും കട്ടി കൂടിയ വാലോട് കൂടിയ ഇവയെ പലപ്പോഴും യുഎഇയിലെ മരുഭൂമിയിൽ കാണാറുണ്ട്. ഫുജൈറയിലെ പൂന്തോട്ടങ്ങളിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും മറ്റും വിഷപ്പാമ്പുകളെ നീക്കം ചെയ്യാൻ ഈ വർഷം 48 തവണ അന്വേഷണങ്ങൾ വന്നതായി ഫുജൈറ പരിസ്ഥിതി വിഭാഗം ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതേസമയം ഒരു ദശാബ്ദത്തിലേറെയായി രാജ്യത്ത് പാമ്പുകടിയേറ്റ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് യുഎഇയിലുള്ള ബാഴ്സലോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എവല്യൂഷണറി ബയോളജിയിലെ പ്രൊഫസർ സാൽവഡോർ കരൻസ പറഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉരകങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ടെന്റുകളിലും മറ്റും തങ്ങുന്നവർ ഭക്ഷണം ഇവിടങ്ങളിൽ ഉപേക്ഷിക്കുന്നതാണ് വർധനയുടെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.